ഇന്നത്തെ നമ്മുടെ റെസിപ്പി എഗ് ബിരിയാണിയാണ്. നല്ല നാടൻ രീതിയിലുള്ള ഒരു മുട്ട ബിരിയാണി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് മുട്ട ഒന്ന് മസാലയാക്കി എടുക്കണം. അപ്പോൾ ഒരു പാൻ വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. പിന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്. എന്നിട്ട് ഞാൻ 4-5 മുട്ട എടുത്തിട്ടുണ്ട്. അത് പുഴുങ്ങി എടുത്ത് വെച്ചതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒരു 3-4 സെക്കൻഡ് മതി കേട്ടോ നമ്മുടെ മുട്ടയൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ട് വരാൻ. അപ്പോൾ ഇത് മതി. ഇനിയിപ്പോൾ നമുക്കിത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി എന്നിട്ട് അതേ പാനിലേക്ക് നമ്മളിതാ ഒരു 3-4 മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. അതിലേക്ക് 4-5 പച്ചമുളക്. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. സവാള നീളത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് ഇനി ഒരു അല്പം വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചെടുക്കണം. നമ്മൾ ആദ്യം മുട്ട ഫ്രൈ ആക്കിയപ്പോഴുള്ള വെളിച്ചെണ്ണയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ. അതൊരു 1.5 ടീസ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നന്നായിട്ട് മസാല ഒന്ന് വഴന്ന് വരണം കേട്ടോ. സവാളയൊക്കെ ഒന്ന് നന്നായിട്ട് വഴന്ന് വരണം. എന്നാലാണ് മുട്ട മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കട്ടെ കേട്ടോ. സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മസാല പൗഡർ ചേർത്തെടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് പൊടികളായിട്ടുള്ളത് മല്ലിപ്പൊടിയാണ് കേട്ടോ. അതൊരു 1.5 ടീസ്പൂണോളം ചേർത്തെടുക്കുന്നുണ്ട്. 1.5 ടീസ്പൂൺ തുടങ്ങി 2 ടീസ്പൂൺ വരെ നമുക്ക് മല്ലിപ്പൊടി ചേർത്തെടുക്കാം കേട്ടോ. ഇനി മുളക് പൊടിയാണ്, കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. അതൊരു 1.5 ടീസ്പൂണാണ്. എരിവ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്തെടുക്കാം. അപ്പോൾ ഇത് മതി, എനിക്ക് 1.5 ടീസ്പൂൺ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് തക്കാളി, നല്ല 2 പഴുത്ത തക്കാളിയാണ് കേട്ടോ, മീഡിയം സൈസ്. അതും കൂടി ചെറുതാക്കി അരിഞ്ഞതാണ്. അതും കൂടി ചേർത്തെടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തെടുക്കാം. കുറച്ച് നെയ്യും കൂടി ഇതിലേക്ക് ചേർത്തെടുക്കുന്നുണ്ട്. നെയ്യ് ചേർത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എല്ലാ ഭാഗവും ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കട്ട തൈരാണ് കേട്ടോ, അധികം പുളിയില്ലാത്ത കട്ട തൈര്. അതൊരു 1.5 അല്ലെങ്കിൽ 2 ടീസ്പൂണോളം ചേർത്തെടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഒന്ന് ചോപ്പ് ചെയ്തതാണ്. അതും കൂടി ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ കുറച്ച് സവാള എയർ ഫ്രയർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണയിൽ പൊരിക്കാതെ നമുക്ക് എയർ ഫ്രയറിൽ ഒന്ന് വറുത്തെടുത്താൽ മതി സവാള. ആ സവാളയും കൂടി ഇതിലേക്ക് ചേർത്തെടുക്കുന്നുണ്ട്. ഒരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ ഈ സവാള വറുത്തത് ചേർക്കുമ്പോൾ. എന്നിട്ട് മിക്സാക്കിയിട്ട് നമ്മൾ പുഴുങ്ങി വെച്ചിരുന്ന നേരത്തെ ഫ്രൈ ആക്കി വെച്ചിരുന്ന മുട്ടയുണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് പതുക്കെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഒന്ന് അടച്ച് വെച്ചേ കൊടുക്കാം. ഒരു 2-3 സെക്കൻഡ് അതുപോലെ ഒന്ന് ഇരിക്കട്ടെ. ഇനിയിപ്പോൾ ഇതിലേക്കുള്ള റൈസാണ് കേട്ടോ തയ്യാറാക്കുന്നത്. ഇതുപോലെ ഒരു കടായി വെച്ചെടുക്കാം. ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഒരു 1-1.5 ടീസ്പൂണ് നെയ്യും കൂടി ഒഴിച്ചെടുക്കാം. പിന്നെ സ്പൈസസ് ആയിട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ കുരുമുളക് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ബേ ലീഫ്. അത് പൊട്ടി വരുന്നത് ഒരു ചെറിയ സവാള നീളത്തിലരിഞ്ഞതാണ്. അതും കൂടി ചേർത്തെടുക്കാം. എന്നിട്ടൊന്ന് മിക്സാക്കിയിട്ട് അതിലേക്കൊരു ചെറിയ ക്യാരറ്റ് അരിഞ്ഞതാണ് കേട്ടോ, ചെറുതാക്കി അരിഞ്ഞതാണ്. പിന്നെ അതായത് ഇട്ട് കൊടുത്തത് സാജീരകമാണ്. ഒരു 1.5 ടീസ്പൂണോളം സാജീരകം കൂടി ചേർത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല, പതുക്കെ ഒന്ന് ജസ്റ്റ് വഴറ്റിയാൽ മതി. ഒരു 2 കപ്പ് ജീരകശാലയുടെ അരി വെള്ളത്തിലിട്ട് കുതിർത്ത് അത് വാലയൊക്കെ വെച്ചിട്ട് അതും കൂടി ചേർത്തെടുക്കാം. എന്നിട്ട് പതുക്കെ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഈ അരി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നല്ല ചൂട് വെള്ളമാണ് കേട്ടോ. അപ്പോൾ 2 കപ്പ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം, ആ ഒരു കണക്കിലാണ് കേട്ടോ ഞാൻ ഒഴിച്ചെടുക്കുന്നത്. തിളച്ച വെള്ളം തന്നെയാണ് കേട്ടോ ഒഴിച്ചെടുത്തത്.
ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് മുന്നിട്ട് തന്നെ നിന്നോട്ടെ കേട്ടോ, ചോറ് വെന്തിരുമ്പോഴത്തേനും എന്നാലാണ് പാകമാവുള്ളൂ. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് ഒരു 5-10 മിനിറ്റ് നേരം ഒന്ന് കഴിഞ്ഞപ്പോഴത്തേനും തുറന്ന് നോക്കി ഒന്ന് മിക്സാക്കിയിട്ട് വീണ്ടും ഒന്ന് അടച്ച് വെച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ ചോറ് ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ ഗീ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് റൈസ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ആദ്യം മസാല ഇട്ട് കൊടുത്തിട്ട് പിന്നെ വീണ്ടും ചോറ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതേ പാനിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതാ മസാല ഇട്ട് കൊടുക്കാം. മസാല ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് ആ പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന റൈസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് പരത്തിയൊക്കെ വെച്ചിട്ട് അതിന് മുകളിലേക്ക് കുറച്ച് കിസ്മിസും പിന്നെ നമ്മുടെ മല്ലിയില അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് ദമ്മിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതാ 10 മിനിറ്റ് നേരം നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് കഴിക്കാനായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നല്ല കുക്കുംബർ സലാഡും ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഇതിൻ്റെ മുകളിൽ മല്ലിയിലയും വറുത്ത ഉള്ളിയും കിസ്മിസും ഒക്കെ ഇട്ട് കൊടുക്കാം. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ നോയമ്പിൽ എഗ്ഗ് കഴിക്കുന്നവർക്ക് എഗ് ബിരിയാണി അടിപൊളിയാണ്. നല്ല രൂപമായിട്ട് വരുന്നവരെ പോയിട്ട് വരാം.